ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറേ നോക്കി, ജെറി, പ്ലീസ് കം. ജെറി, ഇതാണ് ഗാഥ. ഹലോ ഗാഥ, ഇത് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ലീഡിംഗ് ഫോട്ടോഗ്രാഫറാ. തൊട്ടടുത്തൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആള്. എന്ന് പറഞ്ഞാലേ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ജെറിയുടെ സേവനം കിട്ടില്ല. പേടിക്കണ്ട മാണിക്കുഞ്ഞെ, തന്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും എത്തിയിരിക്കും. ഓ, അതിന് എന്റെ വിവാഹമൊക്കെ എന്ന് നടക്കാനാ? മാണിക്കുഞ്ഞെ, അമ്മയുമായി സംസാരിച്ചിട്ട് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചേരാം. ഗാഥമാണം പറഞ്ഞ പിന്നെ അതില് എനിക്ക് യാതൊരു സംശയമില്ല. മാണിക്കുഞ്ഞിന് ഗാഥാ മാഡത്തെ കുറിച്ച് വലിയ അഭിപ്രായമാണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ ഗാഥാമാടത്തിന് ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നേ. സാറേ, ഞങ്ങൾ റെഡിയാണ് കേട്ടോ. നിങ്ങൾ ഒരുങ്ങാനുള്ള ഏർപ്പാട് ചെയ്തോ. ശരി, ഓക്കെ. ദേ, ആ കാണുന്ന റൂമിലാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനായി ഗാഥ വരുന്നത്. ഓക്കെ മാഡം. ആ സമയത്ത് ആരും കാണാതെ നിങ്ങൾ അവളെ പിടികൂടണം. ഒരു ശബ്ദം പോലും ആരും കേൾക്കാൻ പാടില്ല. ഓക്കെ മാഡം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കായലിലോ കടലിലോ കൊണ്ടുപോയി മുക്കി താഴ്ത്തിക്കോണം. ശരി, ഒരാളും അറിയാതെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം. ഏതാ ഞങ്ങൾ കൊണ്ടുപോകേണ്ട പെൺകുട്ടി? ആ, വരൂ, കാണിച്ചു. വാടാ. ദേ, അവളാ പെൺകുട്ടി. അവളുടെ മുഖം വ്യക്തമാകുന്നില്ലല്ലോ. വേറൊന്നും നോക്കാനില്ല. ദേ, അവളും അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണും. അതിന്റെ പേര് സിനീന. ഇവിടെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ നാശം പിടിച്ചവൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്താ? കാറിൽ തന്നെ ഇരിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോയേക്കുന്നെ. ഇരുന്നിട്ടാണ് ഒരു സമാധാനവും കിട്ടുന്നില്ല. അമ്മയുടെ പ്ലാൻ എന്താണോ ആവോ. അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ലല്ലോ. കൊല്ലാൻ തന്നെയുള്ള തീരുമാനമായിരിക്കും അമ്മ എടുക്കുക. അവളെ ചാവുന്നത് എനിക്ക് നേരിട്ട് കാണണം. അതെ, ഇനിയിപ്പോ അവളുടെ മുഖമൊന്നും കാണാൻ നിൽക്കണ്ട. സിനിയല്ല, കൂടെ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ ലക്ഷ്യം. ശരി മാഡം. നിങ്ങളൊരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും പോയി മറഞ്ഞു നിൽക്ക്. ശരി, ഓക്കെ, വാടാ. സാറേ, എന്നാ പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്താലോ? ഓക്കെ, ലൈറ്റ് മാറുന്നതിന് മുമ്പ് എടുത്തേക്കാം. ഗാഥ, വാ. റെഡി ആയിക്കോ. സാറേ, ഈ ഗെറ്റപ്പില് സാറിനെ കാണാൻ നല്ല രസമുണ്ട്. എന്റെ മാണിക്കുഞ്ഞ്, താൻ സ്ഥിരമായിട്ട് എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ. കേൾക്കുന്ന ആൾക്കാർ എന്താ കരുതാന്നറിയോ? തനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെന്ന്. എന്നാ ശരി, സാറിനെ കാണാനേ ഒട്ടും ഭംഗിയില്ല. പോരെ?
സാറേ ആ. ഇപ്പൊ ലൈറ്റ് നല്ലതാ. എവിടെ നമ്മുടെ ടീം? ഒരു മിനിറ്റ്. സാറേ നോക്കി. സാറേ ഇതെന്തൊരു നോട്ടാ സാറേ. ഗാഥ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇതെങ്ങനെയാണോ ഏത് ഡ്രസ്സിലേക്ക് മാറിക്കഴിഞ്ഞാലും ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത്? ചില ആളുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കും ഭംഗി തോന്നാം. പക്ഷേ ഗാഥയെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഈസ് ഓക്കെ. അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാക്ഷമാ സാറേ. പക്ഷേ കടാക്ഷിച്ചത് ദൈവമാണെങ്കിലും സ്വന്തമാക്കിയത് സാറാണല്ലോ. നവീൻ സാർ ആ. അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കഥ വാ.